അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹംദൂൻ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അല്ല മഹാനവറുകളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ, ബഹുമാനപ്പെട്ടവരെ കാലഘട്ടത്താണ് ചോദിക്കുന്നത്, അപ്പോൾ ഇന്ന് എത്രമാത്രം അതിന് ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഉപദേശം അതത്രമാത്രം ഫലം കിട്ടുന്നില്ലല്ലോ. അതേ സമയത്ത് പണ്ട് കാലത്തുള്ള മഹാന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് എത്ര വലിയ തമാടിയോടാണെങ്കിലും, എത്ര വലിയ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവനാണെങ്കിലും, അവൻ്റെ മുഖം നോക്കി ഒരു മഹാനോ ഒരു വലിയൊരു പണ്ഡിതനോ ഒരു വാക്ക് പറയുമ്പോഴേക്ക് അത് വലിയൊരു ഫലമുണ്ടാകുന്നുണ്ട്. പക്ഷെ ഇന്ന് എത്ര ഉപദേശം കേട്ടാലും പറഞ്ഞാലും അതെത്രമാത്രം ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എന്തേ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, ലിഅന്നഹും തകല്ലമു ലിഇസ്സിൽ ഇസ്ലാമി വനജാത്തിൻ നുഫൂസി വറിളർ റഹ്മാൻ. അവരെന്ന് ഉപദേശിച്ചത്, അവരെന്ന് അവരുടെ ജീവിതം, അവരുടെ വാക്കുകളെല്ലാം, അവരുടെ ഓരോ നിമിഷം അല്ലാഹ് എന്ന ചിന്തക്ക് വേണ്ടിയാണ്, ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് വേണ്ടിയാണ്. എനിക്കുള്ളൊരു പ്രശസ്തിയോ എനിക്കൊരു സ്ഥാനമോ എന്നെക്കുറിച്ച് ആൾക്കാർ മദ്ഹ് ചെയ്യണമോ അങ്ങനൊരു ചിന്ത അവരുടെ ഖൽബിൽ വന്നിട്ട് പോലുമില്ല. എന്നും അവരുടെ ചിന്ത അല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രമാണ്. പക്ഷേ ഇന്ന് സംസാരിക്കുന്നവരുടെ പലപ്പോഴും പല ആൾക്കാരുടെ സംസാരം ലിഇസ്സിൻ നുഫൂസി, സ്വന്തത്തിൽ ഒരു പ്രശസ്തി, സ്വന്തത്തിൽ ഒരു ആൾക്കാരെന്നെ മദ്ഹ് ചെയ്യണം, ഞാൻ നല്ലൊരു ഉപദേശകനാണ്, ഞാൻ എല്ലാവരെക്കാളൊരു ഉത്തമമാണെന്ന് എന്ന രീതിയിൽ. എന്ന് മാത്രമോ തലബുദ്ദുനിയ, ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളാണ്, വരിളൽ ഖൽഖ്, പടപ്പുകളുടെ തൃപ്തിയാണ്, എല്ലാവരും എന്നൊന്ന് പരിഗണിക്കണം എന്ന ചിന്തയാണ് ഇന്നത്തെ പലപ്പോഴും നാം ഉപദേശിക്കുമ്പോൾ അതുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെത്രമാത്രം ഫലമില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നൊരു വാക്ക് എത്രമാത്രം ഒരു ഗൗരവമുള്ളൊരു വാക്കെന്ന് നാം നമ്മളോട് തന്നെ പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതേ മഹാന്മാർ അവരെത്രമാത്രം അള്ളാഹുവിനെ ചിന്തിച്ചു, എത്രമാത്രം അള്ളാഹുവിനെ കരുതി, എത്രമാത്രം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചു. എല്ലാം ഏത് സമയത്തും റബ്ബ്, അള്ളാഹു അള്ളാഹു അള്ളാഹു. ഓരോ നിമിഷം അവർ ചെയ്യുമ്പോൾ, ഒരു വാക്കുകൾ അവരുടെ നാക്കിൽ നിന്ന് വരുമ്പോൾ ഇതെല്ലാം റബ്ബ് ഇഷ്ടപ്പെടുമോ, അള്ളാഹു ഇഷ്ടപ്പെടുമോ, റബ്ബിതിനെക്കുറിച്ച് ചോദിക്കില്ലേ എന്നിങ്ങനെ ചിന്തിച്ചിട്ടാണ് അവരെല്ലാവരും ഉപദേശിച്ചത്. പക്ഷേ ഇതെല്ലാം ഇന്ന് അതിൻ്റെ ആ നിയത്ത് അത് ഇല്ലാതെ ആയതുകൊണ്ട്, ഇഖ്ലാസ് ഇല്ലായതുകൊണ്ട് അതൊന്നും ഇന്ന് ഫലം കാണുന്നില്ല. നോക്ക്, ബഹുമാനപ്പെട്ട ളഹാഖ് ഇബ്നു മുസാഹിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കാണാം, ഇദാ അംസ ബക ഫയുഖാലു ലഹു മാ യുബ്ഖീക്. ബഹുമാനപ്പെട്ടവരുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നു, ബഹുമാനപ്പെട്ടവർ ഒന്ന് നടന്നാൽ, കുറച്ച് അണങ്ങിയാൽ ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവരെ കരയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും കരച്ചിലാണ്, ഏതു സമയത്തിലും പേടിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ എന്തിനാണ് കരയാനുള്ള കാരണം? അവിടുന്ന് പറയില്ല, അറിയില്ലല്ലോ ഇന്നത്തെ ദിവസം എൻ്റെ അമലിൽ നിന്ന് ഏതാണ് സ്വീകരിക്കപ്പെട്ടത്, ഏത് രീതിയിലാണ് ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പരിഗണിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ലല്ലോ. എൻ്റെ നിസ്കാരം ഇഷ്ടപ്പെട്ടോ, എൻ്റെ നോമ്പ് ഇഷ്ടപ്പെട്ടോ, എൻ്റെ ഖുർആനോത്ത് ഇഷ്ടപ്പെട്ടോ, എൻ്റെ ദിക്ർ ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ പേടിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ. ഏത് സമയത്തും ഒന്ന് അണങ്ങിയാൽ, ഒരു നടത്തം നടന്നപ്പെട്ടവർ ഇത് ചിന്തിച്ച് ഇങ്ങനെ കരയുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവരുടെ കൂടെയുള്ളവർ പറയുന്നത് കാണാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയ പാഠമുണ്ട്, വലിയ ചിന്തിക്കേണ്ട ചിന്തകളുണ്ട്. അതേ, നമ്മുടെ ചിന്തകൾ നാം മാറ്റേണ്ടതുണ്ട്, നമ്മുടെ മനസ്സ് റൂഹിലേക്ക് തിരിക്കേണ്ടതുണ്ട്. അപ്പോഴേ അതിനെല്ലാം പ്രതിഫലമുണ്ടാവുകയുള്ളൂ, ഫലമുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തുകൾ ശരിയാക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.